ശരി, പ്രോസിക്യൂഷന് വീഴ്ച പറ്റി എന്ന് കോടതി പറഞ്ഞതാണ് എൻ്റെ മുന്നിൽ ഏതായാലും ഉള്ളത്. ഈ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ഏറ്റവും ഹീനമായ ഒന്നായിരുന്നു എന്ന്. ഒരു തിരുവോണ ദിവസമാണ് ആക്രമണം നടന്നത്. അതൊക്കെ നമ്മളന്ന് ഓർക്കുന്നുണ്ട്. പക്ഷെ ഇത്ര വലിയ സംഭവം നടന്നിട്ടും പ്രോസിക്യൂഷന് ഈ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ആ രൂപത്തിൽ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ വീഴ്ചകൾ ഉണ്ടായി എന്ന് കോടതി പറയുമ്പോൾ അത് ആ രൂപത്തിൽ പരിശോധിക്കുന്നുണ്ട്. ആർ എസ് എസിൻ്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെട്ട കേസ് തന്നെയാണ്. എന്തുകൊണ്ടിത് അശ്രദ്ധയോടെ ഏറെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഉൾപ്പെട്ട കേസായിട്ട് പോലും കൈകാര്യം ചെയ്യപ്പെട്ടു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നു. നേരത്തെ ഈ ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയിരുന്നു എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിലും പെടുത്തിയിരിക്കുമല്ലോ. അപ്പോൾ അത് ഏത് രൂപത്തിൽ പരിശോധിച്ചു എന്നുള്ള വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷമായി കണ്ണൂരിലധികം രാഷ്ട്രീയ ആക്രമണങ്ങൾ നടക്കുന്നില്ല, അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തരത്തിൽ അന്വേഷണം ഊർജിതമല്ല എന്നും രാഷ്ട്രീയ പാർട്ടികൾ ഹാജരാക്കുന്ന പ്രതികളെയാണ് പ്രതി ചേർക്കുന്നത് എന്നുള്ള ഒരു ആരോപണം, ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ ഏതായാലും അങ്ങനെയല്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളതാണ്. പക്ഷേ കൊടും ക്രൂരത നടത്തിയ ആളുകൾ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ജയരാജൻ്റെ ഭാര്യ വീട്ടിലുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് ഈ വിധിയിൽ പറയുന്നുണ്ട്. രക്തം പുരണ്ട വസ്ത്രങ്ങൾ ഹാജരാക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. ജയരാജൻ പറഞ്ഞതുപോലെ അപ്പീൽ പോകണം, സർക്കാർ തന്നെ അപ്പീൽ പോകണം എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ രക്തം പുരണ്ട വസ്ത്രങ്ങളടക്കം ഹാജരാക്കാൻ എന്തുകൊണ്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. Meet the editors.